ലോകത്തെ ഈ മണിക്കൂറുകൾ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രിയെ വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അവർ വന്ദേ ഭാരത് കയറാനായി പോകുമ്പോൾ വീണ ജോർജ് കയറാനായി പോകുമ്പോൾ അവരെ ഒരു കൂട്ടം KSU പ്രവർത്തകർ ഇപ്പോൾ പറയുന്ന ഭാഷ കയ്യേറ്റം ചെയ്തു എന്നാണ്. അവർ കരിങ്കൊടി പ്രതിഷേധം കാണിച്ചു. അവർ പ്രതിഷേധം സ്വാഭാവികമാണ്, നമുക്ക് പ്രതിഷേധം കാണിക്കാം. പക്ഷെ അത് കയ്യേറ്റം ചെയ്തു എന്ന രീതിയിൽ സ്പീക്കർ ഷംസീർ കൂടെ ആ രംഗത്തുണ്ടായിരുന്നു. അവരിപ്പോൾ കഴുത്തിനെങ്ങാണ്ടോ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് ICUവിലാണ്. ഇത് ശരിക്കും എന്തെങ്കിലും പറയുന്ന പോലെ കുറെ കഥയാണോ എന്നൊരു സംശയം. നോക്കൂ ചേട്ടാ, ഇത് കേരളത്തിന്റെ ജനകീയ പ്രക്രിയയിലൂടെ, ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA വനിതാ മന്ത്രി തന്നെ ആ വിഷ്വൽസിൽ വ്യക്തമായി പറയുന്നു അവർ കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട്, കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്, കയ്യിൽ എന്തോ പാടുകളൊക്കെ ഉണ്ട് എന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തേക്കുള്ള യാത്ര റദ്ദ് ചെയ്തിരിക്കുന്നു. ആശുപത്രിയിൽ ICUവിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രിയിലാണോ സ്വകാര്യ ആശുപത്രിയിലാണോ എന്ന് വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാരണം സർക്കാർ ആശുപത്രിയിലാണ് പോകേണ്ടത്, എവിടെയാണെന്ന് അറിയില്ല. അത് അടുത്ത നിമിഷങ്ങളിൽ അതിന്റെ വ്യക്തത വരുമായിരിക്കും. ഒരുപക്ഷെ ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേക്ക് വരുമായിരിക്കാം. നോക്കൂ, ഇത് അത്യന്തം പ്രതിഷേധാത്മകമായ ഒരു നടപടിയാണ് KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വാർത്തകൾ സത്യമാണ്. ഒരു മന്ത്രി കള്ളം പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനൊരു കാര്യത്തിൽ കള്ളം പറയുമെന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ അലോഷ്യസ് സേവ്യറിന്റെ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന്റെ വാക്കുകൾ കടമെടുത്താൽ ജനാധിപത്യപരമായ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് KSU അവിടെ പോയത്. അത് ചെയ്തു, അല്ലാതെ മന്ത്രിക്ക് അടുത്തേക്ക് പാഞ്ഞെടുക്കുകയോ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഒരു മാധ്യമങ്ങൾക്ക് കിട്ടിയ ക്ലിപ്പുകളിൽ പോലും അതിലുള്ള ദൃശ്യങ്ങളില്ല എന്ന് അലോഷ്യസ് സേവ്യർ വ്യക്തമായി പറയുന്നുണ്ട്. ഞാനും പല ചാനലുകളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചു. എങ്ങും ഈ മന്ത്രിക്ക് അടുത്തേക്ക് KSU പ്രവർത്തകർ ഓടിയെത്തുന്നില്ല. മറിച്ച് ഈ പ്രവർത്തകർക്ക് നേരെ രോഷാകുലയായി വീണ ജോർജ് പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങൾ, പോലീസുകാർ തടയുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. എന്തു തന്നെയായാലും നമ്മുടെ കേരളത്തിൽ, സമാധാനപൂർവ്വമായി പോകുന്ന കേരളത്തിൽ, വളരെ സെൻസിറ്റീവായ, പൊളിറ്റിക്കലി സെൻസിറ്റീവായ കണ്ണൂർ പോലെ ഒരു സ്ഥലത്ത് വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി, വീണ ജോർജിനെ പോലൊരു മന്ത്രി എത്തുമ്പോൾ ആവശ്യമായ സുരക്ഷ ഒരുക്കാൻ പോലീസിന് വീഴ്ച പറ്റിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്ന് വീണ്ടും വീണ്ടും അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ കണ്ണൂർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ BJPയുടെ പ്രതിഷേധം റെയിൽവേ സ്റ്റേഷന് പുറത്ത് നടന്നിരുന്നു. അകത്ത് KSUവിൻ്റെ പ്രവർത്തനം നടന്നിരുന്നു. അപ്പോൾ വീണ ജോർജിന്റെ വീടിനുള്ളിൽ കയറി റീത്ത് വെച്ച സംഭവമൊക്കെ നമ്മൾ കേട്ടതാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് VD സതീശൻ അതിനെ വിമർശിക്കുന്നതും അതിൽ VD സതീശൻ ഇടപെടണ്ട എന്ന് യൂത്ത് കോൺഗ്രസ് മറുപടി പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്രയും സെൻസിറ്റീവായ ഒരു സ്ഥലത്തേക്ക് വീണ ജോർജ് ചെല്ലുമ്പോൾ അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് എന്തുകൊണ്ട് ലഭിച്ചില്ല? സ്പെഷ്യൽ ബ്രാഞ്ച് എന്ത് പണിയാണ് അവിടെ എടുത്തത്? അല്ലെങ്കിൽ അവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ അല്ലെങ്കിൽ കൂടുതൽ ഡ്യൂട്ടി എന്തുകൊണ്ടിട്ടില്ല? ഒരുപക്ഷെ വീണ ജോർജ് ആക്രമിക്കപ്പെടണമെന്ന് ആർക്കോ എന്തോ നിർബന്ധമുള്ളത് പോലെയാണ് ഈ സ്ക്രിപ്റ്റുകൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, ഈ സംവിധാനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അവരുടെ കഴുത്തിന് പരിക്കേറ്റിട്ടാകാം, അവർ വേദന കൊണ്ട് പുളയുന്ന ദൃശ്യങ്ങളുണ്ട്, കഴുത്തിൽ കൈവച്ചുകൊണ്ട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളുണ്ട്. പക്ഷെ അവരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനിയുള്ള മണിക്കൂറുകളിൽ അത് പുറത്തു വരുമോ എന്ന് നമുക്കറിയില്ല. ഇനി KK രാഗേഷിന്റെ ഒരു പ്രസ്താവന കണ്ടു. അത്യന്തം അപലപനീയം. വനിതാ മന്ത്രി എടുത്തു പറയുന്നു, വനിതാ മന്ത്രിയെ കായികമായി കയ്യേറ്റം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കണം, ഇതേ കണ്ണൂരിൽ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയെ ഓടുന്ന ഇന്നോവ കാറിന് നേരെ കല്ലെറിഞ്ഞ് മുഖത്ത് സ്റ്റിച്ചിടുന്ന തരത്തിലേക്ക് പരിക്കിട്ട് ചോരയുമായി പരിപാടിയിൽ കടന്നു എന്നൊരു മുഖ്യമന്ത്രിയുടെ പേരുണ്ട്. അയാളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. അത് ഈ പറയുന്ന KK രാഗേഷിനെ പോലെയുള്ള നേതാക്കന്മാർ മറന്നു പോകരുത്. നിങ്ങൾ മുഖ്യമന്ത്രിയാണ്, ശ്രദ്ധിക്കണം, മുഖ്യമന്ത്രിയാണ്. മന്ത്രി ആരോ ആയിക്കോട്ടെ, മന്ത്രിയല്ല, MLA അല്ല, ഒരു മനുഷ്യന് നേരെ ആയാലും ആക്രമണം ഉണ്ടാകരുത് എന്ന നിലപാടിലാണ് നമ്മളൊക്കെ പോകുന്നത്. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. എല്ലാവിധ സുരക്ഷയും മറികടന്നുകൊണ്ടാണ് ആ കല്ല് ഉമ്മൻചാണ്ടിക്ക് നേരെ പാഞ്ഞെടുത്തത്. ഇത് ചെയ്തത് DYFI ആണ്. ഈ പറയപ്പെടുന്ന KK രാഗേഷ് അന്ന് പ്രദാനം ചെയ്തിരുന്ന DYFI ആണെന്നേ. നിങ്ങൾക്ക് എന്ത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് ഈ വിഷയത്തിൽ? ഇനി KSUക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുറ്റം പറയാൻ DYFIക്ക് അല്ലെങ്കിൽ CPMന്റെ നേതൃത്വത്തിന് യാതൊരു വിധമായ ഉത്തരവാദിത്വമില്ല. ഷംസീറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് അന്വേഷിക്കപ്പെടണം. ഉറപ്പായും ഇത് ഇപ്പോൾ കരുതിക്കുട്ടിയുള്ള ഒരു ആക്രമണമാണെങ്കിൽ, ഇനി അയാൾ ഏത് പാർട്ടിയാണെങ്കിലും, ഒരു വനിതയാണെന്ന പരിഗണന, മന്ത്രിയാണെന്ന പരിഗണന, ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ. പക്ഷേ വീണ ജോർജിന്റെ രീതികൾ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും മുഖ്യമന്ത്രിക്ക് നേരെ ഒരു പ്രതിഷേധം ഉണ്ടായാൽ പോലും മുഖ്യമന്ത്രി അത് മൈൻഡ് ചെയ്യാതെ നടന്നു പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ വീണ ജോർജിന് ഇച്ചിരി ആവേശം കൂടുതലാണ്. എവിടെയെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടായാൽ അത് ക്യാമറകൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങി ഒരു ഷോ കാണിക്കുന്ന ഒരു പരിപാടി വീണ ജോർജിന്റെ കയ്യിൽ പണ്ട് മുതലുണ്ട്. പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുമ്പോൾ വാഹനം നിർത്തി ഇറങ്ങി വന്ന് കൈകെട്ടി നിൽക്കുന്ന വീണ ജോർജിന്റെ ദൃശ്യങ്ങൾ വളരെ മാസ് BGM ഒക്കെ ഇട്ട് DYFIക്കാര് വലിയ രീതിയിൽ പ്രചരണം കൊടുത്തിരുന്നു. തന്റെ ക്യാമറ കണ്ണുകൾ തന്നിലേക്ക് തിരിയാൻ മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെ വീണ ജോർജിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നോക്കൂ, ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്.
ഒരു മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാകുന്ന വീഴ്ചകൾ മന്ത്രിയുടെ വീഴ്ചകൾ തന്നെയാണ്. സ്വാഭാവികമായും നിങ്ങൾ പഠിപ്പിച്ച രീതികളിൽ പ്രതിപക്ഷ പാർട്ടികൾ അതിൽ പ്രതിഷേധം ഉന്നയിക്കും. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമാകുമ്പോൾ അതിന്റെ രീതികൾ മാറും. ഇതൊക്കെ കണക്ക് കൂട്ടി വേണം പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഒരു മന്ത്രി പോകാൻ. അല്ലാതെ പോലീസുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് പോലീസുകാർക്കെതിരെ തട്ടിക്കയറുന്നുണ്ട്, സുരക്ഷ ഒരുക്കിയില്ല. അതെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പൊടിക്കൊന്ന് അടങ്ങുന്നത് ഈ പറയപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനകളും യുവജന പ്രസ്ഥാനങ്ങളെയും പോലെ തന്നെ മന്ത്രിക്കും അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലൊന്നും അല്ല. നിങ്ങൾ അവിടെ ചെന്ന് കൈകെട്ടി നിന്നാൽ ഒന്നും മിണ്ടാതങ്ങ് തിരിച്ചു പോകുന്ന പ്രവർത്തകരുള്ള കണ്ണൂരല്ല, പത്തനംതിട്ടയിലല്ല, ഇത് അത് കണ്ണൂരാണ്. ആ കണ്ണൂരിൽ DYFIക്കും CPM-നും മാത്രമല്ല ചോരയ്ക്ക് തിളപ്പുള്ളത്, അവിടെ KSUവിനും യൂത്ത് കോൺഗ്രസിനും ചോരയ്ക്ക് തിളപ്പുണ്ട്, ABVPക്കും RSSനും BJPക്കും യുവമോർച്ചയ്ക്കും ഒക്കെ ചോരയ്ക്ക് തിളപ്പുള്ള മണ്ണാണത്. അവിടുത്തെ കോൺഗ്രസ്സുകാരെ നിങ്ങൾ ചെറുതായി കാണരുത്. അത് സുധാകരൻ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ നാടാണ് കണ്ണൂര്. സ്വാഭാവികമായി അതിനനുസരിച്ചുള്ള സുരക്ഷ ഒരുക്കണമായിരുന്നു. അവിടെ പോയി ഷോ കാണിക്കുമ്പോൾ ഒരു പരിധിവരെയെങ്കിലും ആളുകൾ ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷേ ഒരു മന്ത്രിക്ക് നേരെ കയ്യേറ്റം നടത്തിയത് അത്യന്തം അപലപനീയമാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അത് ചെയ്യരുതായിരുന്നു, അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഒരു കാര്യം നമ്മളിവിടെ പറയേണ്ടതല്ലേ, പോലീസിന്റെ വീഴ്ച ഇവിടെ എടുത്തു പറയേണ്ടല്ലേ, റീത്ത് വെച്ചത് ആ കാര്യം മുതൽ ഇപ്പൊ ഈ ഉണ്ടായിരിക്കുന്ന ഉറപ്പായിട്ടും അതാണ് ഞാൻ പറയുന്നത്. ഇതിൽ എവിടെയോ ഒരു സ്ക്രിപ്റ്റഡ് ഉണ്ട്. പോലീസ് ഇവിടെ അത്യന്തം എന്തൊക്കെ PR ചെയ്തിട്ടും ക്ലച്ച് പിടിക്കാൻ നിൽക്കുന്ന മന്ത്രിസഭയാണ് പിണറായി വിജയൻ. അതിൽ ഒരു വനിതാ മന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരായ ജനങ്ങൾ ഇരുവാദം ഉന്നയിച്ചുകൊണ്ട് അവർക്കൊപ്പം നിൽക്കാം എന്ന ഒരു കണക്കുകൂട്ടൽ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് ഉത്തമ ബോധ്യമാണ്. ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ വെച്ചുകൊണ്ട് ഇനി ഒരു ഒരാഴ്ച രണ്ടാഴ്ച വരെ പോകാനുള്ള സാധ്യത പ്രതിപക്ഷ പാർട്ടികൾ പ്രതിപക്ഷ സംഘടനകൾ ശ്രദ്ധിക്കേണ്ടത് വെറുതെ ഒരു ഇരുവാദം ഉന്നയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ഇവിടെ ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ ആക്രമിച്ചാലും ആക്രമിച്ചില്ലേലും നിങ്ങളിൽ ഒരു 10-20 പിള്ളേരെ പിടിച്ച് ഇനി അകത്തിടും. കേസ് വേറെയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കേസൊന്നും അല്ല നിങ്ങൾക്ക് നേരെ വരാൻ. വധശ്രമത്തിനൊക്കെ കേസ് ഒരു പരിധി വരെ മന്ത്രിയുടെ ആവുമ്പോൾ പിന്നെ വനിതാ മന്ത്രിയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു, കൂട്ടം ചേർന്ന് ആക്രമിച്ചു, കരുതിക്കുട്ടി ആക്രമിച്ചു, BNSന്റെ കിട്ടാവുന്ന സകല വകുപ്പുകളും അതിൽ കുത്തിക്കയറ്റുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. ഒഴിവാക്കപ്പെടേണ്ടുന്ന അപലപനീയമായ സംഭവമാണ് കണ്ണൂരിൽ നിന്ന് ഈ മണിക്കൂറുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറച്ചുകൂടി ഉത്തരവാദിത്തം ഈ മന്ത്രിക്കും ആഭ്യന്തര വകുപ്പും ഈ പറയപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടികളും കൂടി ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു വിഷയത്തിൽ പിടിച്ചുകയറി കത്തിക്കയറി രാഷ്ട്രീയ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളായിട്ട് അവരുടെ കയ്യിൽ ആയുധം കൊണ്ടുവച്ച് കൊടുക്കരുത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികളോട്, ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളോട്, നേതൃത്വത്തോട് നമുക്ക് പറയാനുള്ളത്.